അതിർത്തിയിൽ ധാരണകൾ പാലിക്കണമെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ട് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ പാലിക്കണമെന്നാണ് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. ബംഗ്ലാദേശ് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കള്ളക്കടത്തും ലഹരിക്കടത്തും വർദ്ധിക്കുന്നതായി BSF നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും. ലഹരിക്കടത്തും മനുഷ്യക്കടത്തും ഉൾപ്പെടെ നടത്താൻ ബംഗ്ലാദേശ് അതിർത്തിയിൽ നീക്കം സജീവമാകുന്നതായും ക്രിമിനലുകൾ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുവാനും നീക്കങ്ങൾ സജീവമാണ് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അതിർത്തി സംരക്ഷണത്തിൽ ജാഗ്രത പാലിക്കണമെന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നതും. ഷേഖ് ഹസീന സർക്കാരിന്റെ കാലത്ത് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ പൂർണ്ണമായ സമാധാനം ഉറപ്പുവരുത്തിയിരുന്നു. ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയായ മുഹമ്മദ് ജാഷിം ഇതുമായി ഇന്ത്യൻ ഹൈ കമ്മീഷണർ പ്രണവ് വർമ്മ ധക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചിരിക്കുന്നതും. എന്നാൽ അതിർത്തിയിൽ 5 ഇടങ്ങളിലായി ഇന്ത്യ വേലി നിർമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും ഇത് ഉഭയകക്ഷി ധാരണയ്ക്ക് വിരുദ്ധമാണ് എന്നുമാണ് ബംഗ്ലാദേശിന്റെ വാദം. കൂടിക്കാഴ്ച 30 മിനിറ്റ് നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണകൾ പാലിക്കണമെന്നാണ് കരുതപ്പെടുന്നതെന്നും കുറ്റകൃത്യങ്ങൾ നേരിടുന്നതിൽ ബംഗ്ലാദേശിൽ നിന്ന് സഹകരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രണവ് വർമ്മ പ്രതികരിച്ചു. കുറ്റകൃത്യ വിമുക്തമായ അതിർത്തി എന്ന ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി നിർമ്മാണത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ആശങ്ക അറിയിച്ചുകൊണ്ട് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു. ധക്കയിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ കൂടിക്കാഴ്ചയിലാണ് ആശങ്ക അറിയിച്ചതും. ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയെന്ന് ബംഗ്ലാദേശ് വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതും. എന്നാൽ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ വിളിച്ചു വരുത്തിയെന്ന് പറയുന്നതുമില്ല. ഉഭയകക്ഷി കരാർ ലംഘിച്ച് അതിർത്തിയിൽ വേലി കെട്ടാൻ നീക്കം നടത്തിയെന്നാണ് ബംഗ്ലാദേശ് ആരോപണം ഉന്നയിക്കുന്നതും. കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിന് ഒരു സഹകരണ സമീപനം നടപ്പിലാക്കുമെന്നും ഇരു രാജ്യങ്ങളും സമ്മതിക്കുന്നുണ്ട്. സുരക്ഷാ ആവശ്യങ്ങൾക്കായി അതിർത്തിയിൽ വേലി കെട്ടുന്നത് സംബന്ധിച്ച് ധാരണയുണ്ടെന്നും അതിർത്തി സേനകളായ BSFും BGBയും പതിവായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും പ്രണവ് വർമ്മ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞിരുന്നു. ഈ ധാരണ നടപ്പാക്കപ്പെടണമെന്നും അതിർത്തിയിലെ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിന് ഒരു സഹകരണ സമീപനം ഉണ്ടാകണമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ ആഭ്യന്തര ഉപദേഷ്ടാവായ ജഹാംഗീർ ആലം ചൗധരി നിലവിലുള്ള അതിർത്തി പ്രശ്നങ്ങൾക്ക് കാരണം മുൻ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച അസമത്വ കരാറുകളാണ് എന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. ഈ കരാർ അതിർത്തിയിൽ നിരവധി സങ്കീർണതകൾക്ക് കാരണമായി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതും. മുൻ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച ചില സമാനതകളില്ലാത്ത കരാറുകൾ കാരണം ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാൾട്ടയിലെ വൈഷ്ണവ നഗറിലെ സുഖ്വേന്ദപൂരിൽ ഒറ്റവരി മുള്ളുവേലി സ്ഥാപിക്കാനുള്ള BSFന്റെ ശ്രമം BGB തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. ഫെൻസിംഗ് ജോലികൾ ചൊവ്വാഴ്ച പുനരാരംഭിച്ചെങ്കിലും ഇരു സേനകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വീണ്ടും നിർത്തിവെക്കുകയായിരുന്നു. അന്നു മുതൽ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഹൈ കമ്മീഷണറെ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിരിക്കുന്നതും. അതേസമയം അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് വന്നുകൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ ദിവസം പോലും തമിഴ്നാട്ടിൽ നിന്ന് 31 ബംഗ്ലാദേശി പൗരന്മാരെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തതും. തമിഴ്നാട് പോലീസിന്റെ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയതും. രാജ്യത്ത് അനധികൃതമായി കുടിയേറുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ആ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതും. ഡൽഹിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും എല്ലാം തന്നെ അനധികൃത ബംഗ്ലാദേശികൾ കസ്റ്റഡിയിലെടുക്കുന്നത് തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശികൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നതും. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതും. എങ്ങനെയാണ് ഇത്രയധികം പേർ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്ന കാര്യം പരിശോധിച്ചു വരികയാണ് എന്നും പോലീസ് വ്യക്തമാക്കി. 31 പേരും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ ഇന്ത്യയിൽ എത്തിയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ചോദ്യം ചെയ്തു വരികയാണ് എന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച പെരുന്തുറയിലെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന 7 ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി ഇന്ത്യയിൽ തുടരുന്നതിനിടയിലായിരുന്നു പിടികൂടിയതും. വടക്കേ ഇന്ത്യയിലെ നിരവധി തൊഴിലാളികൾ കുടുംബത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ വിവിധ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കിടയിലേക്ക് വ്യാപകമായി ബംഗ്ലാദേശി പൗരന്മാർ നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന് പോലീസ് പറയുകയും ചെയ്തു. ഇവരിൽ ബംഗ്ലാദേശിലെ കൊടും കുറ്റവാളികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. ആസാം വഴി ഇന്ത്യയിലേക്ക് കടന്ന നിരവധി ബംഗ്ലാദേശ് പൗരന്മാർ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചിരുന്നു. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അടുത്തിടെ പിടികൂടിയവർ എല്ലാം തമിഴ്നാട്ടിലെ തുണി ഫാക്ടറിയിലെ ജീവനക്കാരാണ് എന്നായിരുന്നു അദ്ദേഹം ആരോപണം ഉന്നയിച്ചതും.
ഇപ്പോൾ ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടിയ തിരുപ്പൂർ, കോയമ്പത്തൂർ ജില്ലകൾ എന്ന് പറയുന്നത് തന്നെ തുണി വ്യവസായത്തിന് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. അതേസമയം ദില്ലിയിൽ അനധികൃത കുടിയേറ്റക്കാരെന്ന് സംശയിക്കുന്ന 500ഓളം പേരെ പരിശോധിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി ദ്വാരക ജില്ലാ പോലീസ് കമ്മീഷണർ രംഗത്ത് വന്നിരുന്നു. കൂടാതെ ദ്വാരക ഡിസ്ട്രിക്ട് സ്പെഷ്യൽ സ്റ്റാഫ് ടീം ഒരു സ്ത്രീയും 2 കുട്ടികളും ഉൾപ്പെടെ 5 ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടി നാടുകടത്തുകയും ചെയ്തിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെന്ന് സംശയിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ താമസക്കാരായി ഇടപഴകുക എന്നിവയുൾപ്പെടെ നിരവധി തന്ത്രങ്ങളായിരുന്നു സംഘം സ്വീകരിച്ചു വന്നതും. ചേരികൾ, ലേബർ ക്യാമ്പുകൾ, അനധികൃത കോളനികൾ, പ്രത്യേകിച്ച് കുടിയേറ്റക്കാർ കൂടുതലുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അന്വേഷണ സംഘം പരിശോധനകൾ നടത്തി വരികയായിരുന്നു. ഇതിനിടയിലായിരുന്നു 5 ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർ പിടിയിലാകുന്നതും. രാജ്യ തലസ്ഥാനത്ത് ബംഗ്ലാദേശ് പൗരന്മാർ ഉൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി സ്വീകരിച്ചതും. ദ്വാരക DCPയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഓപ്പറേഷണൽ അത് നിർവഹിക്കാൻ പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചതും. ബംഗ്ലാദേശിലെ ബഹർഗട്ട് സ്വദേശിയായ ഷാഹിദ് ബാസർ, ഷർമിഷ് സ്വദേശിയായ നജ്മുൽ ഷെയ്ഖ്, അതേപോലെ തന്നെ ബഹർഗട്ട് ജില്ലയിലെ BS റോമൻഗഞ്ച് സ്വദേശിയായ പ്രവീൺ, കൂടെ 2 കുട്ടികൾ എന്നിവരാണ് പിടിയിലായതും. ചോദ്യം ചെയ്യലിൽ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയതായി ഇവർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ ബംഗ്ലാദേശ് പൗരത്വം തെളിയിക്കുന്ന മൊബൈൽ നമ്പറുകളും രേഖകളും ഉൾപ്പെടെയുള്ള തെളിവുകൾ ഇവരുടെ ഫോണിൽ നിന്ന് തന്നെ കണ്ടെടുക്കുകയും ചെയ്തു. തുടർന്ന് പിടിയിലായ വ്യക്തികളെ ഡൽഹിയിലെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കുകയും തുടർ നടപടികൾക്കായി ഇന്റർലോക്കിലെ ഒരു കേന്ദ്രത്തിൽ തടങ്കലാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ 2024-ൽ 132 വിദേശ പൗരന്മാരെ നാടുകടത്തിയിരുന്നു. 116 പേർ നൈജീരിയയിൽ നിന്നും, 73 പേർ ഘന്നയിൽ നിന്നും, 48 പേർ ഉഗാണ്ടയിൽ നിന്നും ഉള്ളവരായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം അനധികൃതമായി ഡൽഹിയിൽ താമസിച്ചിരുന്ന 8 ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയായിരുന്നു നാടുകടത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇവരെ നാടുകടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ബംഗ്ലാദേശ് പൗരന്മാർ ഉൾപ്പെടെ നിരവധി പേർ തലസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്നതിനെ കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഡൽഹിയുടെ തെക്ക് പടിഞ്ഞാറൻ ജില്ലയിൽ ഉടനീളം പോലീസ് പരിശോധന നടത്തി വന്നത്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിക്കൊണ്ട് നാടുകടത്തുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ സെക്രട്ടേറിയറ്റ് പ്രഖ്യാപിച്ച 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ സംഭവമായിരുന്നു അത്. അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം രൂക്ഷമാവുകയായിരുന്നു. ഇന്ത്യയുമായുള്ള സംഘർഷത്തിനിടയിൽ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ബംഗ്ലാദേശ് നടത്തിവരുന്നത്. ചൈനയ്ക്കും പാകിസ്ഥാനും പുറമെ ബംഗ്ലാദേശ് അമേരിക്കയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇടപഴകുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം 2023 നവംബറിൽ ജപ്പാനുമായി ഒപ്പുവെച്ച സുരക്ഷാ കരാർ നടപ്പിലാക്കുവാനും ബംഗ്ലാദേശ് പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിച്ചിരുന്നു. സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇറ്റലി, തുർക്കി, ഫ്രാൻസ്, സ്വീഡൻ എന്നിവയുൾപ്പെടെ തന്നെ നിരവധി രാജ്യങ്ങളുമായും ധക്ക ബന്ധപ്പെട്ടിരുന്നു. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ധക്കയിലെ ഇടക്കാല സർക്കാർ പ്രതിരോധ നയങ്ങളിലും പങ്കാളിത്തത്തിലും സുപ്രധാന മാറ്റങ്ങൾ വരുത്താൻ തയ്യാറെടുക്കുന്നതായും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് ദ ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൗണ്ടർ UVA സംവിധാനങ്ങൾ സ്വന്തമാക്കുവാനും അവർ ശ്രമിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ സുരക്ഷാ ചട്ടങ്ങളുമായി തങ്ങളുടെ വ്യോമസേനയെ വിന്യസിപ്പിക്കാനും ധക്ക പദ്ധതിയിട്ടിരുന്നു. അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ചൈനീസ് G-10C യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നുണ്ടെന്നും ബംഗ്ലാദേശ് ഉദ്ദേശിക്കുന്നതായും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കൂടുതൽ സൈനിക സംവരണത്തിനായി ഇറ്റലി, തുർക്കി, ഫ്രാൻസ്, സ്വീഡൻ എന്നിവിടങ്ങളുമായും ഈ രാജ്യങ്ങളുമായും ഇടപഴകുന്നുവെന്നും റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.